ഇവിടെ 100 രൂപയുടെ കൊഞ്ചാണ് ഇരിക്കുന്നത്. ഒരു ബേസിൻ കൊഞ്ച് കിട്ടി. ഒരുപാട് വലുതൊന്നും അല്ല, ഒരിടത്തരം കൊഞ്ച്. അപ്പൊ നമുക്ക് ഇന്ന് ഇത് വെച്ചൊരു കറി ഉണ്ടാക്കാം. ആഹാ, നമ്മുടെ കൊഞ്ചൻ വൃത്തിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനുശേഷം ഒരു തേങ്ങ തിരുമ്മിയെടുക്കുക, ഒരു തക്കാളി, 3-4 പച്ചമുളക്, കുറച്ച് കൊച്ചുള്ളി, ഒരു മാങ്ങ, ഒരു പച്ചമാങ്ങ അരിഞ്ഞത്, ഇത്രയും സെറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ടൊരു മൺചട്ടി അത് തന്നെ വേണം കേട്ടോ. എന്നിട്ട് അതിൽ നമ്മൾ തിരുമ്മി വെച്ച തേങ്ങയും കൊച്ചുള്ളിയും കൂടി ഇട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. എന്നിട്ട് ഒരു 1.25 സ്പൂൺ മുളക് പൊടി, ഒരു 1/4 സ്പൂൺ മല്ലിപ്പൊടിയും, ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും, ഒരു ലേശം ഉലുവാപ്പൊടിയും കൂടെ ഒക്കെ ഇട്ടൊന്ന് ഒന്ന് ചൂടാക്കുക എന്ന് പറയുമ്പോൾ മൂപ്പിക്കരുത് കേട്ടോ, അന്നേരം അതിൻ്റെ ആ ഒരു ടേസ്റ്റ് മാറും. ചെറുതായി ഒന്ന് ചൂടാക്കിയിട്ട് അത് നമുക്ക് തണുപ്പിക്കാൻ വെക്കാം. ഇനിയുള്ള പരിപാടി മൊത്തം ഈ കുളിച്ച് കുട്ടപ്പനായിട്ട് കിടക്കുന്ന ആളുടെ ജോലിയാണ്. അപ്പോൾ ഈ അരകല്ലിലാണ് നമ്മൾ അരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ തണുക്കാൻ വെച്ചിരുന്ന മസാല കൂട്ടുണ്ടല്ലോ, അരകല്ലിൻ്റെ പുറത്തേക്ക് ഇടുക. എന്നിട്ട് ലേശം വെള്ളം തളിച്ചു കൊടുത്തിട്ട് ആദ്യം നമുക്ക് ഈ ഉള്ളി ഉണ്ടല്ലോ അതൊന്ന് ചതച്ച് വാരിയെടുക്കാം. അത് ചതയ്ക്കാൻ നോക്കണ്ട, ഇത് ഈ കൈയുടെ മൂവ്മെന്റ്സ് കാണാൻ പറ്റുന്നുണ്ടോ? ഒന്ന് നീക്കുക, റൊട്ടേറ്റ് ചെയ്തെടുക്കുക, ഒന്നുകൂടെ നീക്കുക, റൊട്ടേറ്റ് ചെയ്തെടുക്കുക. അങ്ങനെയാണ് ഈ അരകല്ലിൻ്റെ പരിപാടി കേട്ടോ. പിന്നെ വേണ്ട തേങ്ങയും കൂടെ അരച്ച് വാരി എടുക്കുമ്പോഴത്തേനും നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി അത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. പിന്നെ നമ്മുടെ കുഴവിയിലിരിക്കുന്ന അരപ്പുണ്ടല്ലോ അതൊക്കെ വേസ്റ്റായി പോകാതെ നമ്മൾ ഇത് കുഴവി കറക്കി വേണം വടിച്ചെടുക്കാനായിട്ട്. പിന്നെ ഈ അരകല്ലിൻ്റെ പുറത്തുണ്ട് അരപ്പിരിക്കുന്നുണ്ടോ. അപ്പോൾ ഇതും നമ്മൾ ലേശം വെള്ളം ഒഴിച്ചിട്ടുണ്ടല്ലോ വടിച്ച് മൊത്തം ഒട്ടും വേസ്റ്റ് ആവാതെ ഇങ്ങെടുത്തിട്ട് നമ്മുടെ ചട്ടിയിലേക്ക് മാറ്റി. എന്നിട്ട് ഈ പാത്രത്തിൽ പറ്റി പിടിച്ചിരിക്കുന്ന അരപ്പൊക്കെ ലേശം വെള്ളം ഒഴിച്ച് കലക്കി ഈ ചട്ടിയിൽ തന്നെ അങ്ങ് ഒഴിക്കുക. എന്നിട്ട് ഇതിനകത്ത് നമുക്ക് ആവശ്യത്തിന് നമ്മൾ കല്ലുപ്പാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. അപ്പോൾ എൻ്റെ കൈ കണക്കിനാണ് ഞാൻ ഇടുന്നത്. അത് കല്ലുപ്പിട്ട് എന്നിട്ട് അതിനകത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന പച്ചമാങ്ങ ഇട്ട്, പിന്നെ 2 കീറ് പച്ചമുളക് ഇട്ട്, പിന്നെ ഒരു തക്കാളി. ശരിക്കും തക്കാളിയുടെ ആവശ്യമില്ല, ഈ മാങ്ങയ്ക്ക് ലേശമേ പുളി കുറവായതുകൊണ്ടാണ് തക്കാളി ഇട്ടത്. അപ്പോൾ ഇത് നല്ല തിളച്ച് വരുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ വൃത്തിയാക്കി വെച്ച കൊഞ്ചനുണ്ടല്ലോ അവൻ ഇതിനകത്തോട്ട് പറക്കി അങ്ങ് ഇടുക. പിന്നെ നല്ല അങ്ങോട്ട് വെട്ടി തിളച്ച് അവനങ്ങോട്ട് വരണം. എന്നിട്ട് നമ്മൾ നമ്മുടെ കടുക് വറുത്തതും കൂടി ഇട്ട് അവനെ അങ്ങ് സെറ്റാക്കി എടുക്കണം. അപ്പോൾ അതേണ്ട ഇന്നത്തെ വിഭവങ്ങൾ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യണം. താങ്ക് യു.